ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു ചെടിയുടെ വീഡിയോയും അതേപോലെ ഞാൻ മണി പ്ലാന്റിന് കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസറും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും നമുക്ക് സീറോ കോസ്റ്റാണ് കേട്ടോ ഫെർട്ടിലൈസർ. നമ്മൾ എപ്പോഴും വീട്ടിലാണ് സാധനം വെച്ചിട്ടാണ് ഞാൻ ഫെർട്ടിലൈസർ തയ്യാറാക്കൽ മണി പ്ലാന്റിന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പേ ചെടിയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, നമുക്ക് പെരുന്നാളിനൊക്കെ മുമ്പേ. കാരണം ഞാനിതാ ഇൻഡോർ വെക്കുന്ന ചെടികൾ ഇടയ്ക്ക് പുറത്തേക്ക് മാറ്റിയിട്ട് പുറത്തുള്ള ചെടികൾ ഇങ്ങോട്ടേക്ക് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ പെരുന്നാളിന് മുമ്പേ വെച്ചതായിരുന്നു ആദ്യമുള്ളത്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അത് പുറത്തോട്ട് വെച്ചിട്ട് പുറത്തുള്ള കുറച്ച് ചെടികൾ ഇതാ ഇങ്ങോട്ടേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പിന്നെ സിറ്റ് ഔട്ടിൽ അത്യാവശ്യം നല്ല സൂര്യപ്രകാശം കിട്ടും കേട്ടോ. ഏകദേശം ഒരു ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോഴേക്ക് നല്ല വെയിലുണ്ടാവും സിറ്റ് ഔട്ടിലേക്ക് തന്നെ. പിന്നെ അതുപോലെ തന്നെ ഡൈനിങ് ഹാളിലും ഞാൻ വെച്ചിട്ടുള്ള ഇൻഡോർ പോട്ടിനൊക്കെ അത്യാവശ്യം നല്ല സൂര്യപ്രകാശം കിട്ടും. എൻ്റെ കയ്യിൽ ആദ്യം ഒരുപാട് ചെടികളുണ്ടായിരുന്നു. പിന്നെ വീട് പണിൻ്റെ സമയത്തൊക്കെ എനിക്ക് നഷ്ടമായിട്ടോ. കാരണം നമ്മുടെ സിമെൻറ്റിൻ്റെ പൊടി, അതുപോലെ തന്നെ എന്താ പറയുക, പണിക്കാരങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ എടുത്തു വെച്ചിട്ടൊക്കെ ഒരുപാട് ചെടികളൊക്കെ ഉണങ്ങിപ്പോയി. ഇപ്പോൾ ഞാൻ മുറ്റത്തിനൊക്കെ പണി കഴിഞ്ഞതിന് ശേഷം വെച്ച് പിടിപ്പിച്ച ചെടികളാണ് കേട്ടോ ഇതെല്ലാം. എനിക്ക് ചെടികൾ ഒരുപാട് ഇഷ്ടമാണ്. അതിൽ തന്നെ ഏറ്റവും ഇഷ്ടം മണി പ്ലാന്റ്സിനോടാട്ടോ. ഒരുപാട് മണി പ്ലാന്റ്സുകൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, പക്ഷേ ഒക്കെ എൻ്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഓരോന്നായിട്ട് ഞാൻ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന ചെടിച്ചട്ടികളൊക്കെ പൊട്ടിപ്പോയിട്ടോ. കാരണം നമ്മൾ എന്തായാലും അങ്ങോട്ടേക്കും ഇങ്ങോട്ടും ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ അത് പൊട്ടിപ്പോകുമല്ലോ. കാരണം പണിക്കാരൊക്കെ ഉള്ള സമയത്ത് നമ്മൾ പുറകുവശത്തേക്ക് എടുത്ത് വെക്കുകയായിരുന്നു. അതുപോലെ ഭാഗത്ത് പണി നടക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ മാറ്റി വയ്ക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ചെടികളൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഇതിന് മുമ്പേ വീഡിയോ കാണിച്ചിട്ടുണ്ട് ചെടിച്ചട്ടികളൊക്കെ വാങ്ങിക്കാൻ പോകുന്നതൊക്കെ. ഒരു ഹോൾസെയിൽ കട ഉണ്ട് കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ കാസ്കോ എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്നാണ് ഞാൻ ഈ അധികം ചെടിച്ചട്ടികൾ വാങ്ങാറ്. അവിടെ ആകുമ്പോൾ ഒരുപാട് ഇൻഡോർ പോട്ടായാലും ഔട്ട്ഡോർ വെക്കുന്നതിലൊക്കെ ഒരുപാട് പോട്ടുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡസനായിട്ടൊക്കെ എടുക്കുമ്പോൾ നല്ല വില വ്യത്യാസത്തിലും കിട്ടുമേ. അങ്ങനെ ഞാനിതാ സിറ്റ് ഔട്ടിലെ ചെടികളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ബോഗൺവില്ലൊക്കെ ഞാൻ അടുത്ത് വാങ്ങിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. എൻ്റെ കയ്യിൽ ബോഗൺവില്ല തീരെ ഉണ്ടായിരുന്നില്ല. പണി കഴിയട്ടെ എന്നിട്ട് മതിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞതായിരുന്നു. അങ്ങനെ ഞാൻ ഇന്നാൾ ഒരു 10 എണ്ണം വാങ്ങിച്ചു കേട്ടോ. നല്ല വെയിലായതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. എന്താ പറയുക, ബോഗൺവില്ലക്ക് വെയിൽ വേണം, പക്ഷേ ഇത്ര അധികം നല്ല ശക്തിയായ ചൂടല്ലേ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ അതിലെ ഇലകളും പൂക്കളൊക്കെ ഒരു ഇതൊക്കെ കരിഞ്ഞു പോയി. പക്ഷേ എന്നാലും ചെടിക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെടിയൊന്നും ഉണങ്ങിയിട്ടില്ല. ഇത്രയും ചെടികളാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ കുറച്ച് ചെടികളും കൂടെ വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ വെക്കേഷനിൽ. പിന്നെ ഇന്ന് നിധുവിനെ പറഞ്ഞയച്ചിട്ട് ഞാനിതാ ഇതുപോലെ ബൗൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത് 1-2 എണ്ണം പൊട്ടിയെന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് പൊട്ടിയിട്ടില്ല, ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ മണ്ണിട്ടിട്ട് നമുക്ക് മണി പ്ലാന്റ്സ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് സക്സസ് ആവുമോയെന്ന് അറിയില്ല കേട്ടോ, കാരണം ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് വാങ്ങിച്ചിട്ടുള്ള ബൗളിലേക്ക് കുറച്ച് ഞാൻ ഇതുപോലെ കല്ലുകൾ വെച്ച് കൊടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ അതിലേക്ക് പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ സ്നേക്ക് പ്ലാന്റ് ഞാൻ വേറൊരു ഇതിൽ വെച്ചതായിരുന്നു, അതൊന്ന് പറിച്ച് മാറ്റിയതാണ് കേട്ടോ. അതിനൊരു കാരണം കൂടെ ഉണ്ട്. ഇത് ഞാൻ എൻ്റെ വലിയ സ്നേക്ക് പ്ലാന്റിൽ ചെറിയ തൈകൾ ഉണ്ടായപ്പോൾ അതിൽ നിന്ന് പൊട്ടിച്ചിട്ട് നമ്മുടെ സ്പ്രിങ്കിൾസ് ഇല്ലേ മക്കളൊക്കെ കഴിക്കുന്ന, അതിൻ്റെ ഇത് അച്ചുഷീനും കഴിച്ച് കഴിഞ്ഞതിൻ്റെ ഭാഗത്ത് നീതു എന്ത് ചുറ്റിയെന്നറിയോ, വയറ് ചുറ്റി കൊടുത്തു. എൻ്റെ അടുത്തൊരു വൈറ്റ് വയറുണ്ടായിരുന്നു, അത് ചുറ്റി കൊടുത്തിട്ട് അതിൽ വെച്ചതായിരുന്നു കേട്ടോ. അതിൽ വെച്ച് പിടിപ്പിച്ചതായിരുന്നു. പക്ഷേ നന്നായിട്ട് പിടിച്ചു, നല്ല വേരൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 6 മാസത്തിൻ്റെ ഒക്കെ മേലായിട്ടുണ്ടാവും. 6 മാസമാണോ, ഒരു 5-8 മാസമൊക്കെ ആയിട്ടുണ്ടാവും അവനത് ചെയ്തിട്ട്. അങ്ങനെ ഞാൻ TV സ്റ്റാൻഡിൻ്റെ സൈഡിൽ വെച്ചതായിരുന്നു. പിന്നെ നമ്മൾ കുറേശ്ശെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തുള്ളൂ. പക്ഷേ അതെന്താ പറയുക, അത്ര കണ്ട് ഇതാണ് കേട്ടോ സാധനം. ഇത് നമ്മളെ സ്പ്രിങ്കിൾസിൻ്റെ ആ ടിന്നാണ് കണ്ടോ. അതുമേൽ ഇതുപോലത്തെ വയറ് ചുറ്റിയതാണ്. ഇതിൽ വെച്ച് പിടിപ്പിച്ചതായിരുന്നു. ഞാൻ പറിക്കുന്നതിന് മുമ്പ് ആദ്യത്തൊക്കെ പറിച്ചു പോയി. ഇനിയിപ്പോൾ ഇതാക്കണ്ടോ, ഇതിൽ നിന്നാണ് ഞാൻ ആദ്യം പറിച്ചു കൊണ്ടുപോയത്. ഇനി ഇതും കൂടെ എടുത്ത് മാറ്റട്ടെ. കാരണം ടിന്ന് നന്നായിട്ട് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ സോഫ്റ്റായിട്ട് പൊട്ടി പോകുന്നുണ്ട്. ഇതാക്കണ്ടോ. അപ്പം അത് അത്രയല്ലേ ഉറപ്പുണ്ടാവുള്ളൂ, അധികം ഉറപ്പുള്ള സാധനമൊന്നും അല്ലല്ലോ. പക്ഷേ ആ ടിന്ന് കണ്ടപ്പോൾ ഇതിങ്ങനെ ചെയ്തതായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ചെയ്തിട്ട് TV സ്റ്റാൻഡിൻ്റെ സൈഡിൽ വെച്ച് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് പറിച്ച് മാറ്റിയതാണ് കേട്ടോ ഞാൻ. ഇനിയിപ്പോൾ ഈ ബൗളിലേക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ 2
ചെറിയ ബൗളും ഒരു വലുതുമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഈ ബൗളിൽ ഞാൻ അന്ന് അച്ചുവിന് കിട്ടിയ ബൊക്കെ വെച്ചതായിരുന്നു. നമ്മുടെ എന്താ പറയുക, നല്ല ഒറിജിനൽ റോസാണിട്ടത്. അപ്പോൾ ഇതുവരെ വാടിയിട്ടില്ല, ഏകദേശം ഒരാഴ്ചയോളായി. ഇനിയിപ്പോൾ അതിൽ നിന്ന് എടുത്ത് മാറ്റാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഇതിലൊക്കെ ഞാൻ ഈ വെള്ളം മാറ്റി കൊടുക്കൽ ആഴ്ചയിലൊരു ദിവസമാണ്. അതുപോലെ തന്നെ ഞാൻ ഈ മണി പ്ലാന്റ്സിനൊക്കെ ഉപയോഗിക്കുന്ന അടിപൊളി ഒരു ഫെർട്ടിലൈസറും കൂടെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ ലാസ്റ്റിൽ കാണിക്കാം. അങ്ങനെ ആ റോസൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ ബൗളിലെ വെള്ളമൊക്കെ ഒഴിവാക്കി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളതിലേക്ക് ഇതുപോലെ വൈറ്റ് കല്ലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇനി വെക്കുന്നത് ലക്കി ബാമ്പു ആണ്. ആദ്യം ഇതിലുണ്ടായിരുന്നത് മണി പ്ലാന്റ്സ് ആയിരുന്നു കേട്ടോ. അത് ഞാൻ ചെറിയ ബൗളിലേക്ക് മാറ്റി കൊടുത്തു. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്ന ഫെർട്ടിലൈസർ നമ്മൾ ഇതേപോലെ വെള്ളത്തിൽ വെക്കുന്ന പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാറില്ല കേട്ടോ. വെള്ളത്തിന് ഞാൻ ഒഴിച്ചു കൊടുക്കൽ വേറൊരു ഫെർട്ടിലൈസറാണ്. അത് ഞാൻ ഇൻഷാല്ലാ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം. എല്ലാം കൂടെ ഈ വീഡിയോയിൽ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ 3 ബൗളിലും ഇതാക്കി കൊടുത്തു. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ സമയത്ത് സംഭവിച്ചാണ്, ഞാനിതിങ്ങനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു ബൗളും കൂടെ എൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അവിടെ താഴോട്ട് വീണിട്ടില്ല, പക്ഷേ ഒന്ന് ജസ്റ്റ് കയ്യിൽ നിന്നൊന്നും സ്ലിപ്പായിപ്പോയി. അതിൽ ചെറിയൊരു വര വീണിട്ട് ഇങ്ങനെ വെള്ളം ചെറിയ ചെറിയ തുള്ളിയായിട്ട് ലീക്കായപ്പോൾ അത് ഞാൻ മാറ്റി. അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ കയ്യിൽ ആദ്യം പൊട്ടിയ ബൗളും ഇപ്പോൾ പിന്നെ പൊട്ടിയ ബൗളും കൂടെ മണ്ണ് നിറച്ചിട്ട് നമ്മുടെ പുതിയ മണി പ്ലാന്റ്സിൻ്റെ പീസുകൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ട്. അപ്പം അത് എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്ത് വെക്കുന്നത്. എൻ്റെ കയ്യിൽ ബൗൾ എന്നാലും മുഴുവനായിട്ട് പൊട്ടിയിട്ടില്ല, ചെറിയ ഇങ്ങനെ വര വീണിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മണ്ണ് വെച്ച് ചെയ്ത് കൊടുത്ത് നോക്കിയതാണ്. അങ്ങനെ ഇനിയിപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഫെർട്ടിലൈസർ. ഇതെന്താണെന്നറിയോ, നമ്മൾ ചായ ഉണ്ടാക്കൂലേ, ആ ചായ ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ചണ്ടില്ലേ, അതിൻ്റെ വേസ്റ്റ് അത് ഇതുപോലെ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കും ചൂടാറിയിട്ട്. അങ്ങനെ ഇത് ഒരു ദിവസം ഉണ്ടാക്കിയ ചായപ്പൊടിയുടെ വേസ്റ്റാണ് കേട്ടോ. അത് ഇതുപോലെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒഴിച്ച് വെച്ചത് ഇതിപ്പോൾ 2 ദിവസത്തിന് ശേഷമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് ഞരടിയിട്ട് അരിപ്പ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അധികം വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒഴിച്ചു കൊടുക്കരുത്, വെള്ളം ഡൈല്യൂട്ട് ചെയ്യണേ. അത് നമ്മൾ ഏത് ഫെർട്ടിലൈസർ ആയാലും വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഏകദേശം ഒരു വലിയ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിതൊക്കെ ഇൻഡോർ വെക്കുന്നതായിരുന്നു. അതിലൊക്കെ വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, ഒരുപാടായി പോവരുത്. പിന്നെ ഇത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്ത് കൊടുത്താലും മതി. അപ്പം ഞാൻ ഒരു ആഴ്ചയിൽ ഈ ഫെർട്ടിലൈസറാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ആഴ്ച ഇത് ചെയ്യൂല, വേറൊരു ഫെർട്ടിലൈസർ കേട്ടോ. അത് ഞാൻ പിന്നീട് ഒരിക്കൽ കാണിക്കാം. അത് ചെയ്യും, പിറ്റത്തെ ആഴ്ച ഇത് ചെയ്യും. അങ്ങനെ മാറിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊക്കെ നമ്മുടെ പുതിയ പ്ലാന്റ് അല്ലേ, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മതി, ഒരുപാടായി പോകരുത്. പിന്നെ അത്യാവശ്യം തിക്കുള്ള വലിയ മണി പ്ലാന്റ്സ് ആണെങ്കിൽ കുറച്ചധികം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിതിന് അത്യാവശ്യം കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു അടിപൊളി ഫെർട്ടിലൈസറാണ്. നമുക്ക് എന്താ പറയുക, ചെടി നല്ല തിക്കായിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് വളർന്ന് കിട്ടാനും ചെടീൻ്റെ ഇലക്കൊക്കെ നല്ല ബ്രൈറ്റ്നെസ് കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.